നമസ്കാരം. ഇന്നെല്ലാരും ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ പോയപ്പോ ഞാൻ മറ്റൊരു കഥയാണ് കാണാൻ പോയത്. ഒന്നാത്താൻ കേസുകൂടെ സിനിമയിലെ ഓട്ടോ ഡ്രൈവർ സുരേഷനെയും കാമുകി സുമലത ടീച്ചറിനെയും എല്ലാവർക്കും അറിയായിരിക്കും. രസകരമായ രണ്ട് കഥാപാത്രങ്ങളാണ് ആ സിനിമയിലെ. അവരുടെ രണ്ടുപേരെയും ജീവിതം വെച്ച് ഒരു സെപ്പറേറ്റ് സിനിമ എടുത്തിരിക്കുകയാണ് ഇപ്പോ. ഒരു കോമഡി പടം. അത് ട്രെയിലറൊക്കെ വന്ന് കണ്ടു, സോങ്സും ട്രെയിലറും ഒക്കെ കണ്ട് എനിക്ക് അത് കാണാൻ പോകാനാണ് തോന്നിയത്. ഇതിൽ സ്പെഷ്യലായി പിന്നെ നമ്മൾ ഇന്നത്തെ കേസോട് ടീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേ ഡയറക്ടർ തന്നെയാണ്, രതീഷ് രാമകൃഷ്ണ പൊതുവാൾ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പടത്തോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി. ഞാൻ പോയി കണ്ടു. അപ്പോ വിചാരിച്ചതുപോലെ പടം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ സിനിമ കണ്ട് കിളി പോയിരിക്കുകയാണ് ഞാൻ. അതാണ് സത്യം. സിനിമ മോശമായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഡയറക്ഷൻ ബെസ്റ്റ്, സൂപ്പർ ഡയറക്ഷനാണ്. നല്ല ക്യാമറ വർക്കാണ്. മ്യൂസിക്, നല്ല രീതിയിലുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളിയാണ്. പിന്നെ പുതുമുഖ കഥാപാത്രങ്ങൾ ഏതാണ്ട് 95% പുതുമുഖ കഥാപാത്രങ്ങളാണ്. ഇവരെല്ലാം തന്നെ ഉഗ്രൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പടം ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ഫണ്ണിയാണ്. പിന്നെ ഭയങ്കര കോമഡി സീനുകളാണ്. ഇഷ്ടം പോലെ ചിരിച്ചു, തിയേറ്ററിൽ ഇരുന്ന് നല്ല രീതിയിൽ ചിരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിനിമ ഓഡിയൻസിനിടയിൽ ഒരു പരാജയം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് ഞാൻ പറയാം. കാരണം ഇത് എന്താണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്താണ് ഈ പടത്തിന് ഒരു ഫ്ലോ ഇല്ല, സീനുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, കഥ പറയുന്ന രീതി ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു സിമ്പിൾ പ്രണയകഥയാണ് പറയുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ആദ്യം എന്തൊക്കെയോ കുറെ സീനുകൾ ഇങ്ങനെ പരസ്പരം മിക്സ് ചെയ്ത് കാണിക്കുന്നു. ഇത് തമ്മിൽ എന്താണ് ബന്ധമെന്നോ ഇത് കഥയുടെ ഫ്ലോയോ ഇതൊന്നുമില്ലാത്ത ഒരു സംഭവം. ഏറ്റവും അവസാനം ക്ലൈമാക്സ് പോലും കിളി പറത്തുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു ക്ലൈമാക്സ്. ലാസ്റ്റ് ടൈറ്റിൽ വന്നപ്പോ വാ പൊളിച്ചിരുന്നു. അതാണ് സത്യം. എന്തിനാണ് ഇങ്ങനെ എന്നാ ചെയ്തു വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, സൂപ്പർ വർക്കാണ്. ബാക്കി എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും പണം താഴോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അഭിനേതാക്കളുടെ അഭിനയം പെർഫോമൻസുകളൊക്കെ കിടിലാണ്. നല്ല കിടില ആക്ടിങ് പെർഫോമൻസുകളാണ്. പിന്നെ പാട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. നല്ല അറിഞ്ഞ് ചെയ്ത വൃത്തിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. ഇത്രയും ചെയ്തിട്ടും എന്താണ് കാണിക്കുന്നത്? ഒരു സീന് പാസ്റ്റ് വരുന്നു, ഒന്ന് പ്രസന്റ് വരുന്നു, ഒന്നില് നാടൻ രാജാവിനെ പോലെ ഇരിക്കുന്നു, നടി റാണിയെ പോലെ ഇരിക്കുന്നു, പിന്നെ ഏതോ പഴയകാല 1980കളിൽ പോയി നിൽക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഏറ്റവും അവസാനം ആരൊക്കെയോ വെള്ളത്തിൽ ചാടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ട് പരീക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ OTT വരുമ്പോൾ കണ്ടാലും മതി. തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് കണ്ടാൽ നിങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ 100% തൃപ്തി ഇല്ലാതെ തന്നെ വരും. അത് സിനിമ മോശമായതുകൊണ്ടോ എനിക്ക് സിനിമയോട് എന്താണ് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തോന്നുന്നില്ല. കാരണം എന്തിനാണ് ഈ സിനിമ ഇങ്ങനെ എടുത്തു വെച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞ തന്നെ കാര്യം, നല്ല വൃത്തിയായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക്, എന്നാൽ ഒരു തരത്തിലും നമുക്ക് കണക്ട് ആവാത്ത രീതിയിൽ, പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നു. എനിക്കിപ്പോഴും എന്റെ കോമൺ സെൻസ് വെച്ച് എനിക്കിപ്പോഴും ആ പടം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഞാൻ ഒരുപാട് ചിരിച്ചു. ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാണ്. നല്ല കോമഡി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആളുകളും പുതുമുഖങ്ങളും വരെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഒരൊറ്റ ഫ്രെയിമോ ഒരൊറ്റ സീനുകളോ ഒന്നും കംപ്ലൈന്റ് പറയാനില്ല. പക്ഷെ ഈ സീനുകൾ തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല. അത്രയേ ഉള്ളൂ കുഴപ്പം. അതുകൊണ്ട് പടം എന്റെ കണ്ണിൽ ഒരു പരാജയം തന്നെയാണ്. ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ, ഒരു പടം എത്ര വർക്ക് ചെയ്താലും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമുക്കത് കണക്ട് ആവണ്ടേ? ആ കഥയ്ക്കൊരു ഫ്ലോ വേണ്ടേ? രംഗങ്ങൾക്കൊരു ഫ്ലോ വേണ്ടേ? അതൊന്നുമില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. എന്റെ മാത്രം അഭിപ്രായമല്ല, ഇത് തന്നെയാണ് കോമൺ അഭിപ്രായമായിരിക്കും. കാരണം ഇത് എന്റെ മാത്രം ഒരു ചിന്തയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ. പിന്നെ തിയേറ്ററിൽ ദയനീയമായ ഒരവസ്ഥയാണ്. ഇന്ന് ഫസ്റ്റ് ദിവസമാണ്. ഇന്ന് വൈകുന്നേരം ഫസ്റ്റ് ഷോ 6 മണിക്കുള്ള ഷോയ്ക്ക് പോയി. ഞങ്ങൾ 3 കൂട്ടുകാരുണ്ടായിരുന്നു. അവരുൾപ്പെടെ തിയേറ്ററിൽ 2 പേരും കൂടെ ചേർത്ത് മൊത്തം തിയേറ്ററിൽ 5 പേര് മാത്രമാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഈ 5 പേരെ വെച്ചിട്ടാണ് തിയേറ്ററുകാർ സിനിമ വെട്ടിച്ചത്. തിയേറ്ററിൽ വൻ നഷ്ടമാണ്. ഉറപ്പാണ് 2 ദിവസം തികച്ച് ഈ സിനിമ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടം എന്ന് തന്നെ പറയാം. സിനിമ ഇങ്ങനെ ആയിപ്പോയി. എന്നാൽ ഒരു നല്ലൊരു ഹാർഡ് വർക്ക് ആ സിനിമയ്ക്ക് പിന്നിലുണ്ട്. പക്ഷെ